അളക്കാൻ കഴിയില്ല. തോളിന്റെ നീളം അളക്കാൻ കഴിയും. മനുഷ്യന്റെ ആസ്തി അളക്കാൻ കഴിയും. ഉള്ളവനും അളക്കുക വേണം, ഇല്ലാത്തവനും അളക്കുക വേണം. അല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. ഉള്ളത് കൊണ്ട് പങ്കുവെക്കണം, അല്ലെങ്കിൽ നാടേക്കില്ല, അല്ലെങ്കിൽ നാടേക്കില്ല. ദർബാറിയായി ആയാൽ നശിക്കാൻ വഴി യുദ്ധം വെച്ച് ജയിച്ചാൽ കുറെ കാലം ജീവിക്കാം, സുഖമായി ജീവിക്കാം. അല്ലെങ്കിൽ വിഷമിക്കും. തനി പിശുക്കന് സുഖം കുറയും, ആസ്തി കൂടും, കടം കുറയും, ബാധ്യത കുറയും. നല്ലവരിലെന്നും മര്യാദക്കാർ കൂട്ടുണ്ടാവും. ദുഷ്ടന്മാർക്ക് ദുഷ്ടന്മാരുണ്ടാവും. അത് കുറച്ച് നാളത്തേക്ക് മാത്രം. അപ്പോഴേക്കും അവൻ്റെ സമ്പത്തിയും കൂടും പോയി, കൂട്ടുകാരും പോയി. ആണിയും പെണ്ണിയും ഒപ്പം സ്വാതന്ത്ര്യം. രണ്ടുകൂട്ടരും ചിന്തിക്കണം, വിചാരിക്കണം. ഞാൻ എന്നുള്ള സിദ്ധാന്തം മനുഷ്യന് ആപത്ത്. അത് ആണിനും പെണ്ണിനും ബാധകം. ആണായാലും പെണ്ണായാലും അഹംഭാവം കൊള്ളില്ല. അത് ആണിനും പെണ്ണിനും നാശം. കുട്ടികളെ നന്നായി വളർത്തണം, സ്നേഹത്തോടെ കൊഞ്ചിച്ചും ഗാഡിച്ചും സ്നേഹിച്ചും വളർത്തണം. അത് നമുക്ക് ഗുണം ചെയ്യും, കുട്ടികൾക്കും ഗുണം ചെയ്യും. ലോകം നമ്മുടേതാണ്, രാജ്യം നമ്മുടേതാണ്. വീട്ടിലെ ദുഃഖങ്ങൾ വീട്ടിൽ ഒതുക്കണം. ദുഃഖവും സുഖവും മനുഷ്യന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ദുഃഖവും സുഖവും മനുഷ്യന് കൂടപ്പിറപ്പ്. അത് നമ്മൾ ഉൾക്കൊണ്ടേ തീരും. സ്നേഹം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും കടലോളം വേണം, അത്രയ്ക്കും വലിയൊരു ആകണം. മനുഷ്യനായാൽ ദുരിതവും കഷ്ടപ്പാടും സുഖവും ഉണ്ടാകും. അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. സ്നേഹത്തിന്റെ മുമ്പിൽ ചതിർത്താൻ തോൽക്കും. സ്നേഹം ഇല്ലെങ്കിൽ സ്നേഹവും ദൈവവും വെറുക്കും. ദേഷ്യം എന്നും തോൽക്കും. അവിസത്യം വൈരാഗ്യം എവിടെയും തോൽക്കും. സത്യസന്ധത എന്നും നിലനിൽക്കും. കള്ളത്തരങ്ങൾ എവിടെയും തോൽക്കും. ആണും പെണ്ണും വ്യത്യാസമുണ്ട് ഒരു കാര്യത്തിൽ. അമ്മയാകാനുള്ള കഴിവ് സ്ത്രീകൾക്കേ ഉള്ളൂ. പെണ്ണ് അമ്മയ്ക്കാണ് കൂടുതൽ സ്ഥാനം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യമായി കരയുമ്പോൾ എന്തോന്നാ ആദ്യം കരയുന്നത്? അമ്മയെന്നാണ് അല്ലേ? ഓരോ മനുഷ്യനും ഓരോ വേദിയായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അമ്മ എന്നാണ് വിളിച്ചു കരയുന്നത് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീ തന്നെയാണോ ഒന്നാമത്? അല്ലേ? ആണെന്നത് സത്യമാണ്. ആൺമോശം എന്നർത്ഥമില്ല. സ്ത്രീ ദേവതയാണ്, ആരാധയാണ്. അതാണ് സത്യം. അതിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. നമ്മൾ പറയുമ്പോൾ സ്ത്രീകൾ തൊണ്ടയിൽ മുളയില്ല എന്ന് വിളിച്ചു പറയും. അന്ന് എന്നൊക്കെ പറയും. അത് വെറും പറച്ചിലാണ് എന്നത് സത്യമാണ്. ആണിൻ്റെ വൈഭവം പെണ്ണിനില്ല എന്ന് പറയും. അത് പണ്ട്. ഇപ്പോഴല്ല നേരെ മറിച്ചാണ് അല്ലേ? ഇനിയും നമ്മുടെ മാതാവിനോടും സ്നേഹം പിതാവിന് ഉണ്ടാകുമോ? ഇല്ലെന്നത് സത്യം. ഇല്ലെന്നല്ല, അത് പ്രകടിപ്പിക്കാൻ അറിയില്ല മാതാവിന്. അത് അറിയാം, അതാണ് സത്യം. മാതാവും പിതാവും വേണമില്ല എന്നത് സത്യമാണ്. കൂടുതലുള്ളത് സൂചിപ്പിച്ചു എന്ന് മാത്രം. കവിത അവസാനിച്ചു.